തീർച്ചയായും അദ്ദേഹത്തിന്റെ ധാരാളം കഥകളുണ്ട്. നീ ഇവിടെ ഇരിക്കെ, ഇമാം അലി റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം കഥകൾ പറഞ്ഞു തരാം. ബിസ്മില്ലാഹ്. The story of Hazrat Imam Ali bin Abu Talib റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ഖലീഫ ആയിരുന്നിട്ട് പോലും അങ്ങാടികളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് പോയിരുന്നു. ജോലിക്കാരോ മറ്റു സഹചാരികളോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് പോകാറുണ്ട്. അദ്ദേഹം എപ്പോഴും പാവപ്പെട്ടവരെയും ദരിദ്രരെയും അനാഥരെയും കുട്ടികളെയും പരിഗണിക്കുകയും കഴിയുന്നത്ര സഹായങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ പള്ളിയിൽ നിന്നും നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ചന്തയിലേക്ക് പോയി. പെട്ടെന്നാണ് ഒരു മൂലയിലിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടത്. അദ്ദേഹം അവളുടെ അടുത്ത് ചെന്ന് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ജോലിക്കാരിയാണെന്ന് അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. അവളുടെ യജമാനൻ കുറച്ച് പണം കൊടുത്ത് ഈന്തപ്പഴം വാങ്ങിക്കൊണ്ടുവരാൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ എതിർവശത്തുള്ള കടയിൽ നിന്നും ഈന്തപ്പഴം വാങ്ങി യജമാനന് കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ യജമാനന് ആ ഈന്തപ്പഴം ഇഷ്ടമായില്ല. അത് തിരിച്ചു കൊണ്ടുപോയി ആ കടക്കാരന് നൽകുവാൻ അയാൾ ആവശ്യപ്പെട്ടു. പക്ഷേ ആ കടക്കാരൻ അത് തിരിച്ചെടുത്തില്ല. അതുകൊണ്ടാണ് അവൾ കരഞ്ഞത്. അവളുടെ യജമാനൻ അവളെ അടിക്കുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. അലി റളിയല്ലാഹു അൻഹു അവളെ ആശ്വസിപ്പിച്ചു. അവളെയും കൊണ്ട് ഈന്തപ്പഴം വാങ്ങിയ കടയിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം ആ കടക്കാരനോട് പറഞ്ഞു, ഇവൾ ഒരു വീട്ടിലെ ജോലിക്കാരിയാണ്. ഇവൾക്ക് സ്വന്തക്കാരായി ആരുമില്ല. ഇവൾ വാങ്ങിയ ഈന്തപ്പഴം തിരിച്ചെടുത്ത് അവളുടെ പണം അവളെ ഏൽപ്പിക്കണം. ആ കടയുടമ കൂഫയിൽ പുതിയതായി വന്നതായിരുന്നു. അയാൾക്ക് തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ പരുഷമായി അദ്ദേഹത്തോട് പറഞ്ഞു, എന്നോട് കൽപ്പിക്കാൻ നീ ആരാണ്? ഞാൻ വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല. എന്റെ സമയം പാഴാക്കാതെ ദൂരെ പോ. ഇത് കേട്ട ഒരു വഴിയാത്രക്കാരൻ കടയുടമയുടെ അടുത്തേക്ക് ഓടി വന്ന് ചെവിയിൽ എന്തോ പറഞ്ഞു. താൻ അപമര്യാദയായി പെരുമാറിയത് കൂഫയിലെ ഖലീഫയോടാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ മുഖം വിളറി. അയാൾ അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ആ പെൺകുട്ടിയുടെ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, എന്നോട് ക്ഷമിക്കണമേ. ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളിലും മര്യാദകളിലും അങ്ങ് കാണിക്കുന്ന താല്പര്യം കാണുമ്പോൾ എനിക്ക് അങ്ങയോട് വളരെയധികം ബഹുമാനം തോന്നുന്നു. ആ പെൺകുട്ടിയുടെ യജമാനൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. അയാൾ ആ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചതിൽ അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു. എന്നാൽ ഖലീഫ വളരെ രോഷാകുലനായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടിയുടെ തെറ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷമിക്കാനായില്ല? നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് സ്വയം വിളിക്കുന്നു, എന്നാൽ ഇസ്ലാമിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. ആ വ്യാപാരിയും യജമാനനും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും ആ ദിവസം മുതൽ നല്ല മുസ്ലിം ആകാൻ പ്രയത്നിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ അവരുടെ തലയിൽ വെള്ളവും ചുമന്നുകൊണ്ട് പോകുകയായിരുന്നു. വേനൽക്കാലത്തെ ഏറ്റവും ചൂടുകൂടിയ ദിവസമായിരുന്നു അത്. അവർക്ക് വളരെ ദാഹവും വിശപ്പും ഉണ്ടായിരുന്നു. ഈ കത്തുന്ന വെയിലിൽ പെട്ടെന്ന് വീട്ടിലെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അവർ വളരെ ക്ഷീണിതയായിരുന്നു. പക്ഷെ കുടിക്കാനുള്ള വെള്ളവും കാത്ത് അവരെയും പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചു. അവർ വേഗം വീട്ടിലേക്ക് നടക്കാൻ ശ്രമിച്ചു. അലി റളിയല്ലാഹു അൻഹു അവരെ കണ്ടപ്പോൾ അവരുടെ തലയിൽ നിന്ന് വെള്ളം നിറച്ച കുടം സ്വന്തം തലയിൽ വെച്ച് അവരുടെ കൂടെ നടന്നു. എന്നാൽ അതാരാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അവരുടെ വീട്ടിലെത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു തലയിൽ നിന്ന് കുടം അവിടെ ഇറക്കി വെച്ചുകൊണ്ട് ചോദിച്ചു, ഈ വീട്ടിൽ നിങ്ങളെ സഹായിക്കാൻ പുരുഷന്മാർ ആരുമില്ലേ? എന്തിനാണ് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? എന്റെ ഭർത്താവ് ഒരു പടയാളി ആയിരുന്നു. അവൾ പറഞ്ഞു, ഞങ്ങളുടെ ഖലീഫയ്ക്കായി അദ്ദേഹം പോരാടി. കഴിഞ്ഞ വർഷം ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഒരക്ഷരം പോലും ഉരിയാടാതെ തല കുനിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. ആ സ്ത്രീയെയും കുട്ടികളെയും കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീയുടെ ഭർത്താവ് മരിക്കാനുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഒരു കുട്ട നിറയെ പഴങ്ങളും ഇറച്ചിയും മറ്റു വീട്ടു സാധനങ്ങളുമായി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം വാതിലിൽ മുട്ടിയപ്പോൾ ആ സ്ത്രീ വാതിൽ തുറന്നു.
കഴിഞ്ഞ ദിവസം കണ്ട അദ്ദേഹത്തെ അവർക്ക് മനസ്സിലായി. അദ്ദേഹം എന്തിനാണ് വന്നത് എന്ന് അവർ ചോദിച്ചു. ഞാൻ കുട്ടികൾക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങളുമായി വന്നതാണ്, അദ്ദേഹം പറഞ്ഞു. ആ സ്ത്രീക്ക് വളരെയധികം സന്തോഷമായി. കാരണം അവരുടെ ഭർത്താവ് മരിച്ചതിനു ശേഷം ആരും അവരെ ഇത്തരത്തിൽ സഹായിച്ചിരുന്നില്ല. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്കും അലിക്കുമിടയിൽ അള്ളാഹു വിധി നിർണയിക്കട്ടെ. തന്റെ ഭർത്താവിനെ യുദ്ധത്തിന് അയച്ചതിൽ അവർക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യമായിരുന്നു. അവർ വാതിൽ തുറന്ന് അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? മാവ് കുഴയ്ക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, അദ്ദേഹം അവരോട് ചോദിച്ചു. വളരെ നല്ലത്, എനിക്കത് നിങ്ങളെക്കാൾ നന്നായി ചെയ്യാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ചു സമയം ഈ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു കുട്ടികളെ ശ്രദ്ധിക്കുകയും അവരോടൊപ്പം കളിക്കുകയും ചെയ്തു. അതിനിടയിൽ മറ്റൊരു അടുപ്പിൽ തീ കത്തിക്കാൻ ആ സ്ത്രീ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സമ്മതിക്കുകയും തീ കത്തിക്കുകയും ചെയ്തു. തീ നന്നായി കത്തിപ്പിടിച്ചപ്പോൾ അദ്ദേഹം തന്റെ മുഖം തീയുടെ അടുത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, തീയുടെ ചൂടറിയട്ടെ. അനാഥരായ ഈ കുട്ടികളോടും ഒരു വിധവയോടും കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അവഗണിച്ചതിനുള്ള ശിക്ഷയാണിത്. അത് അദ്ദേഹത്തിന്റെ പശ്ചാത്താപമായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടി ഇറച്ചി ചുട്ടെടുത്തു. എന്നിട്ട് അദ്ദേഹം അത് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ അലിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ക്ഷമിക്കണം. അപ്പോഴാണ് അവരുടെ അയൽക്കാരി അങ്ങോട്ട് വന്നത്. അവർ അലി റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിഞ്ഞു. ഖലീഫയാണതെന്ന് മനസ്സിലായപ്പോൾ അയൽക്കാരി ആ സ്ത്രീയോട് ചോദിച്ചു, നിന്നെ സഹായിക്കുന്ന ഈ മനുഷ്യൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇദ്ദേഹമാണ് അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ ആ വിധവ ഞെട്ടിപ്പോയി. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അങ്ങയോട് ഇങ്ങനെ ചെയ്തതിൽ ഞാൻ ലജ്ജിക്കുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു, അരുത്, നിങ്ങളോടുള്ള കടമകളെ അവഗണിച്ച് ഞാൻ നിങ്ങളോടാണ് ക്ഷമ ചോദിക്കേണ്ടത്. അന്നു മുതൽ ആ വിധവയുടെയും അവരുടെ മക്കളുടെയും ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം എപ്പോഴും വിധവകളെയും അനാഥരെയും ദരിദ്രരെയും സഹായിക്കുമായിരുന്നു.